ഹലോ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി സ്പെഷ്യൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്മിൽ ഉണ്ടപ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എനിക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ, February 14th വാലന്റൈൻസ് ഡേയുടെ അന്ന്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഒന്നിച്ച് വെഡിങ് ആനിവേഴ്സറിക്ക് ഒന്നിച്ചില്ലാത്തത്. കഴിഞ്ഞ 2 വർഷവും ഞാൻ ഈ ടൈമിലൊക്കെ മസ്കറ്റിലായിരുന്നു. അപ്പോൾ സെലിബ്രേഷനൊക്കെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യമാണ് ഞാൻ ഒറ്റയ്ക്ക്, ഞാനിവിടെ അക്കു അവിടെ അങ്ങനെ. അപ്പോൾ എന്താ പറയുക, നമുക്ക് വെഡിങ് ആനിവേഴ്സറി നമ്മളൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണുള്ളത്. ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത്. പെട്ടെന്ന് ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോണ പോലെയാണ്. അപ്പോൾ ഇന്നത്തെ അതായത് ഇന്ന് February 14th ആണ്. അപ്പോൾ ഇന്നലെ നൈറ്റ് അതായത് 12 o'clock ഞാൻ അക്കുക്ക് അവിടെ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിട്ട് ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും സർപ്രൈസായിട്ട് ചെറിയ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി അക്കു എനിക്ക് റോസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്കും സർപ്രൈസായിട്ട് റോസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വേറെ എന്ത് കിട്ടിയില്ലെങ്കിലും റോസ് കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ അപ്പോൾ ഇന്നലത്തെ അവിടുത്തെ കേക്ക് കട്ടിങ്ങൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അക്കുടെ ഫ്രണ്ട്സ് അല്ല എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് അതും അവർ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമല്ല വീഡിയോസും കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. കേക്ക് മേടിക്കണം മുതലുള്ള വീഡിയോസ്. അപ്പോൾ നമ്മുടെ അജാസിനും ആസിഫിനും ഫാരിസിനൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ്. കളറായിരുന്നു കേട്ടോ ഇന്നത്തെ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയാണ്. അവർ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. കറക്റ്റ് ആ ഒരു 12 മണിക്ക് ഞാൻ അവിടെ ചെന്ന് അക്കൂടെ റൂമിൽ ചെന്നിട്ട് അപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നാട്ടിലേക്ക് ഇൻഷാല്ലാ വരുമ്പോൾ തരാം, എനിക്കിപ്പോൾ അവിടെ നിന്ന് കൊടുക്കാൻ ഒരു ഗിഫ്റ്റൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പം ആ ഒരു സിറ്റുവേഷൻ എനിക്ക് പറ്റില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഡേ കളറായിരുന്നു. പിന്നെന്താ, അപ്പം ഇന്ന് ഒരു കുട്ടി സെലിബ്രേഷൻ ആട്ടോ. ഒരു ഫാമിലി ആയിട്ട് ഞാൻ വിചാരിച്ചു ഒരു പുറത്ത് പോയിട്ട് ഡിന്നറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഇന്നലത്തെ അതായത് 12 o'clock അക്കൂടെ അവിടുത്തെ സെലിബ്രേഷൻ കണ്ടിട്ട് വാ. ടൈം പറഞ്ഞോട്ട് കാര്യങ്ങളൊക്കെ സെറ്റിനും നേരെ പോവാ. അക്കുവിനോട് സർപ്രൈസ് അങ്ങോട്ട് കൊടുക്കാം. എന്താ വെച്ചാൽ നീ വിളിക്കുക, അക്കുവിനെ വിളിക്കുക. പോട്ടെ, അക്കുവിന്റെ അടുത്ത് പോട്ടെ. വിളിച്ചേ വിളിക്കണ്ട, നീ ബെല്ലടിക്കില്ല. അവിടെ വേറെ ന്യൂസ് ഉണ്ട്, ഞാൻ വിളിക്കാം. പറഞ്ഞ പോലെ കൃത്യം 12 മണിക്ക് തന്നെ ഗായ്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അക്കു ഏത് നിമിഷവും വാതിൽ തുറക്കും. നമുക്ക് നോക്കാം. ടൈം കറക്റ്റ് തന്നെ, പക്ക. വാ, ഇത് റോസാപ്പൂ വാങ്ങടാ. ഇതൊക്കെ ഞങ്ങളെ വിടല്ലേ. ആ കിറ്റ് ആ കിറ്റ് എടുക്കുക. കിറ്റ് ഇല്ല, വെട്ടുണ്ട്. വെട്ടം മതി, ഇത് മതിയില്ല. ആ നമ്മള് ടാസ്ക് ഏൽപ്പിച്ചേക്കല്ല. അപ്പൊ പിന്നെ നമുക്ക് 9 മണി തൊട്ട് ഈ ടൈം വരെ ഈ ഒരു എന്തുന്നാ ഈ ഒരു പേര് പറയണേ മോനെ രണ്ട് പറഞ്ഞ ഈ ധന്യമുഹൂർത്തം എന്റെ മോനെ ഉണ്ടാവുന്നില്ല. ഈ ധന്യമുഹൂർത്തം തന്നെ വെക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നായിരുന്നു. അതും അവന് കുറച്ച് സന്തോഷം എന്തെങ്കിലും എന്താണ് കേക്ക് മുറിക്കണ്ട, ഞങ്ങൾ പോണേ. ഓക്കെ, ഞാൻ കൊടുക്കട്ടെ. അത് കാണിച്ചെടുത്ത ഈ തിരക്കിനിടയിൽ അത് മുങ്ങിപ്പോയി. സ്പെഷ്യൽ ലവ് ആയിട്ട് ലവ് എഴുതിയില്ലേ? ലവ് ഉണ്ട്. ഓ പിന്നെ എഴുതിയാണ് നിനക്ക് കൂടെ എങ്ങനെ എത്തിന്നുള്ള അജാസിന്റെ ഹാൻഡ് റൈറ്റിംഗ് കൂട്ടുണ്ടാ അങ്ങനെ പറയാൻ പറഞ്ഞു. പക്ഷെ ഇവന്റെ ഇത്ര നല്ലല്ല, അവൻ പറയാൻ പറഞ്ഞു. അതുകൊണ്ട് പേര് പറഞ്ഞല്ല, അവളുടെ പേര് പറഞ്ഞല്ല. നിസ്ന സെലിബ്രിറ്റിയുടെ പേര് ആഷ്മിയുടെ അടുത്ത് പറയാൻ പറഞ്ഞത് അജാസിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്.
അത് മാത്രമല്ല ഈ വീഡിയോ കാണുന്ന ആഷ്മി വിചാരിക്കും അടുത്ത പ്രാവശ്യം അജാസിക്ക് ഇതേപോലെ ഒരു സർപ്രൈസ് കൊടുക്കാൻ നടക്കൂല, ഞാൻ കേൾക്കൂല. ശിവാനോക്കും എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാനുണ്ടെങ്കിൽ കമ്മിറ്റീനെ ബന്ധപ്പെടുക. ചെറിയ ചെലങ്ങളിൽ നടത്തി കൊടുക്കുന്നതാണ്. അതിനുശേഷം ആശ്മിനി ഇഷ്ടമല്ല, ആച്ചുന്ന് വിളിക്കാറ്. അതിലിടും. അപ്പൊ എല്ലാ പ്രാവശ്യത്തും പോലെ തന്നെ എനിക്ക് ലീഡ് റോൾ വന്നിട്ട് വീഡിയോ പുറത്തിറങ്ങണം കേട്ടോ യൂട്യൂബില്. ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ലില്ല ഇല്ലില്ല. വാ 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 വാ. സമയം വൈകുന്നേരം കേക്ക് ഞങ്ങളെ മാടി വിളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ എടുത്തിട്ടുണ്ട്. വീഡിയോ വരുമ്പോ നോക്ക്. ഇതൊക്കെ ഒരു എന്നിട്ട് ഒരു സാധനം ഒരു വീഡിയോ എന്ന് പറയണേ ഒരു അടിപൊളിക്കുള്ള ഇന്ന് ഫുള്ളിൽ എഡിറ്റ് ചെയ്യാനുള്ള സാധനം ഉണ്ട്. അത് കേട്ട് ഓക്കെ. Happy anniversary, happy anniversary, Akkonisna, happy anniversary. ഇനി ഈ അടുത്ത് ആനിവേഴ്സറി ആഘോഷിക്കാൻ അഞ്ചുപോലെ ആച്ചുമോൾക്ക് അയ്യോ ഇവിടെ നമ്മളൊക്കെ കൊടുത്തു നോക്കിയിരിക്കുന്നുണ്ട്. കൊടുത്താ ആണോ അവിടെ തിരിച്ചാണ് ചെയ്യാൻ ആണോ കേക്ക് സൂപ്പർ. അപ്പൊ ഇതേപോലുള്ള പരിപാടികൾ അടിപൊളിയാക്കാനായിട്ട് ആച്ചുമോൾക്കും ഷിഫാന മോൾക്കും പാരീസിന് 2 കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി അല്ലേ? അത് അവിടെ സൂപ്പർ കേൾക്കാറുണ്ട്. Super cake, super cake ആണ്. കേക്ക് സൂപ്പർ. പോയത് പരിപാടി നടക്കട്ടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ എടുക്കണേന് പിന്നെ മൊത്തത്തിൽ നമ്മ അതിൽ ഫോക്കസ് ചെയ്യും. നാളെ ഔട്ട് വരാമെന്നാണ്. വീഡിയോ ഇരിക്കുമെങ്കിലും നിനക്കൊരു പകുതി എടാ വീഡിയോയുടെ ലാസ്റ്റ് ഇത് റോസാപ്പ് എടുത്തിട്ട് അജാസിന്റെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ ഇനി മതിയില്ല നിനക്ക് തീർന്നിട്ട് പറയാ. നിങ്ങ വന്നത് അക്കൂടത് പരിപാടിക്കല്ലേ? ഈ പരിപാടി കഴിഞ്ഞില്ലേ നമ്മ വൈൻഡപ്പ് ചെയ്തിട്ട് അല്ലല്ല വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് പിന്നെ കേക്ക് തിന്നാനിരുന്നിട്ട് സമാനമായി നല്ല കേക്ക് അതുകൊണ്ട് എങ്ങനെ പോയി നടന്നുപോയി. അപ്പോ പരിപാടി നല്ല ഉണ്ടായിരുന്നു. വൈൻഡപ്പ് ചെയ്യണ ഇനി ബാക്കി കേക്ക് ഉണ്ട് അതാണ് തീർക്കണം. ഷിഫാന മോൾക്ക് ഞാനിത് കൊച്ചിനോട് തൊട്ടെ ഓക്കെ. ഷിഫാന മോൾക്ക് അപ്പൊ അക്ബറിനും സെലിബ്രിറ്റി മിസ്ലുവിനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പിന്നെ പരിപാടി വൈൻഡപ്പിനാണ് നല്ല ഉണ്ടായിരുന്നു. കേക്കും മൊത്തത്തിൽ കറക്റ്റ് ടൈമിലൂടെ എത്താനും പറ്റി. അപ്പൊ ബിഗ് താങ്ക്സ്. പിന്നെ ബൈ. അപ്പോൾ എനിക്ക് ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടോ. എൻ്റെ സൗണ്ട് ആണെങ്കിൽ കറക്റ്റ് 2 ദിവസമായിട്ട് ടോൺസിൽസിൻ്റെയാണ്, സൗണ്ടൊന്നും ഇല്ല. അപ്പോൾ എനിക്കുള്ള ഗിഫ്റ്റും തന്നിട്ടുണ്ടായിരുന്നു. എനിക്കുള്ള ഗിഫ്റ്റും ഞാൻ സർപ്രൈസ് ഒന്നും ആയിരുന്നില്ല, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇഷ്ടത്തിന് പോയിട്ട് മേടിച്ചു തന്നു. അപ്പം ഞാനും അമ്മയും കൂടെ പോയിട്ടാണ് കേട്ടോ
ഗിഫ്റ്റൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം ക്ലബ് ചെയ്തൊരു വീഡിയോ ആണ്. നമ്മൾ ഒന്നിച്ചില്ലാത്തൊരു സമയത്ത് ഒരു ലോങ് ഡിസ്റ്റൻസ് എന്താ പറയുക ആനിവേഴ്സറി സെലിബ്രേഷൻ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഒന്നിച്ചില്ലാത്ത അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. എന്തായാലും അങ്ങനെ ഉണ്ടാവുമല്ലോ. എപ്പോഴും വെഡിങ് ആനിവേഴ്സറി എല്ലാ വെഡിങ് ആനിവേഴ്സറിയും ഒന്നിച്ച് വേണം എന്നൊക്കെ പണ്ട് മുതലേ ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടല്ലേ നമുക്ക് അതിനെ ബിഹേവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചാൽ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആരും അങ്ങനെ ഷുഗറൊന്നും കഴിക്കാറില്ല. എൻ്റെ അനിയന്മാരൊക്കെ ഫുൾ ഷുഗർ കട്ട. ഞാനും അങ്ങനെ കേക്ക് അധികം കഴിക്കാറില്ല. അപ്പോൾ ഒരു കുഞ്ഞൊരു മിനി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്തായാലും ഗിഫ്റ്റൊക്കെ മേടിക്കണം, അതായത് അക്കൂടെ ഗിഫ്റ്റ് മേടിക്കണ വീഡിയോ എന്തായാലും കണ്ടിട്ട് അതിൻ്റെ നമുക്ക് ഇനി അടുത്തത് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഒരു കുട്ടി രാത്രി ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത്രേ ഉള്ളൂ ഞങ്ങളുടെ സെലിബ്രേഷൻ. അങ്ങനെ ഞാനും അമ്മയും കൂടെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത തന്നെ ജ്വല്ലറി ഉണ്ട് കേട്ടോ. നക്ഷത്രയിലേക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിങ് എടുക്കാനായിരുന്നു കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു സിമ്പിളായ ഒരു ക്യൂട്ട് റിങ് എന്തെങ്കിലും മേടിക്കാം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരിതേ കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണിച്ചത് നമ്മുടെ സാധാ നോർമൽ റിങ്സ് ആയിരുന്നു കേട്ടോ, ഗോൾഡിൽ തന്നെ വന്നത്. അപ്പോൾ ഇവൻ്റെയൊക്കെ സ്റ്റോണ് ചിലതൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലായിരുന്നല്ലോ. പിന്നെ അതിൽ കുറച്ച് കളക്ഷൻസ് കുറവായതുകൊണ്ടും ഡയമണ്ട് സെക്ഷനിൽ നല്ല ഫാർ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓരോന്നൊക്കെ സെലക്ട് ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്ന് ഇട്ട് നോക്കണം. അപ്പോൾ എൻ്റെ ഫിംഗർ റിങ് കിടക്കണ എൻ്റെ തന്നെ റിങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പോയിൻറ്റിങ് ഫിംഗറിലൊക്കെ ഉള്ള റിങ്ങായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. നല്ലതായിരുന്നു. അടുക്കത്തത് എനിക്ക് മുമ്പുള്ളത് പോലത്തെ നടുക്കത്തെ ഭംഗിയില്ലേ അമ്മ? ആണോ? അങ്ങനെ ഞങ്ങൾ റിങ് എല്ലാം സെലക്ട് ചെയ്തു. അപ്പം എൻ്റെ മമ്മയുടെ സെലക്ഷൻ ആയിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏതെടുക്കണം. എനിക്ക് രണ്ടെണ്ണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മ ഇത് മതി എന്നുകൊണ്ട് മമ്മയുടെ സെലക്ഷനിലായിരുന്നു എടുത്തിട്ടുണ്ടായത്. പിന്നെ അക്കൂക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് അങ്ങനെ ഗിഫ്റ്റ് എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് സോ അക്കുനെ വീഡിയോ കോൾ ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല മിനി ക്യൂട്ട് അടിപൊളിയായിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. ഞാൻ അധികം ഒന്നും കഴിച്ചിട്ടില്ല, കാരണം തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട്. ഇപ്പോഴും ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ഒട്ടും പറ്റാത്ത പോലെ ഇരിക്കണം. പക്ഷെ എത്രയും വേഗം വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് ഓർത്തു. അപ്പോൾ ഞാനൊരു ഇത്തിരി മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ദിവസം ഇത്തിരി സ്വീറ്റ്സ് ആയാലും കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം അക്കുനെ റിങ്ങൊക്കെ ഇട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ റിങ്ങൊക്കെ ഇട്ട് കാണിച്ച് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാക്സിമം എൻജോയ് ചെയ്തോട്ടെ. ഈവൻ ദോ വി ആർ മൈൽസ് അപ്പാർട്ട് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാൻ പോയാൽ അങ്ങ് ഒന്നിച്ചില്ല എന്നൊക്കെ ഓർത്തിരിക്കാൻ പോയാൽ നമ്മൾ അങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസമൊന്നും പിന്നെ വരില്ല അല്ലേ. നമുക്ക് ഈ ദിവസം പിന്നെ നാളെ തിരിച്ചു വന്നോന്ന് വെച്ചാൽ വരില്ല. പോയ ദിവസം പോയി അങ്ങനെയല്ലേ. അപ്പം നമ്മളാൽ കഴിയുന്ന മാക്സിമം എൻജോയ് ചെയ്ത് ഓരോ ദിവസവും വെച്ചാൽ നമ്മൾ മേക്ക് ചെയ്യണ പോലെ ഇരിക്കും ഓരോ ദിവസവും അല്ലേ. അപ്പോൾ നല്ല പോസിറ്റീവായിട്ട് അടിപൊളിയായിട്ട് ഞാനും അക്കും കൂടെ എന്താ പറയുക ഒരു ലോങ് ഡിസ്റ്റൻസ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനും മമ്മിയും പിന്നെ പോണ വഴി ഞങ്ങൾ ഐസത്തിനെയും പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ കണ്ണിന് കുറച്ച് പ്രോബ്ലം ആയതുകൊണ്ട് ഇപ്പോൾ പൊടിയൊന്നും അടിക്കാൻ പാടില്ല. അപ്പോൾ ആൻറ്റി വന്നില്ല. എൻ്റെ അബ്ബയും അനിയനൊക്കെ നേരെ ഹോട്ടലിലേക്ക് വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ടായി. പള്ളിയിൽ പോയിക്കാൻ ആ വഴി വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അങ്ങനത്തെ ഞങ്ങൾ അവിടെ എത്തി. അപ്പം അബ്ബയും എൻ്റെ
മൂത്തനിയനും ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇളയ ആളില്ല, അവൻ ട്രിപ്പ് പോയേക്കുവാണ്ട്. കറക്റ്റ് ഇന്ന് തന്നെയാണ് പോയത്. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവൻ പോയി കാശ്മീർ പോയേക്കുവാണ്ട്. ഇനി ഒരാഴ്ച കഴിയുമ്പോഴേ അവൻ വരുള്ളൂ. അപ്പം ഞങ്ങൾ വന്നിരുന്ന് ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്ത് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഐസത്തിനും ഒരു ചെയർ കൊടുത്ത് അവനെയും ഒറ്റയ്ക്ക് തന്നെ ഇരുത്തി. അവൻ എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഒറ്റയ്ക്ക് തന്നെ ഫുഡെല്ലാം കഴിച്ചോളട്ടെ. അത് അവൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റിയാണ്. ആൻറ്റി അങ്ങനെ അവിടെ പഠിപ്പിച്ച് വെച്ചേക്കണം. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയാലൊന്നും കുഴപ്പമില്ല. അപ്പോഴത്തേക്കിൻ്റെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവനത് ഫുഡെല്ലാം സെർവ് ചെയ്തു. ഒരു ഐസത്തിനും കൊടുത്ത് അവനപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കഴിക്കണം നോക്കും. മാഷാല്ല, അങ്ങനെ അങ്ങ് എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഐസമോനെ എന്തെടുക്കണേ? ഹലോ, അപ്പോൾ ഇതേ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതേ എത്തി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു കുട്ടി ആനിവേഴ്സറി സെലിബ്രേഷൻ വ്ളോഗ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ. Thank you.